അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ മുത്തുമണികളും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും നോയമ്പ് കാലമാണ്. അപ്പം അതിന് പറ്റിയ ഒരു റോസ്റ്റാണ് കേട്ടോ. ചൂര റോസ്റ്റ് എന്ന് പറയും. ചൂര റോസ്റ്റ് വെക്കുന്നത് അടിപൊളിയായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ മുത്തുമണികളെ കേട്ടോ. അപ്പോൾ നോയമ്പ് കാലമായിട്ട് നമുക്ക് ഈ ഒരു റോസ്റ്റ് കൊണ്ട് നമുക്ക് വൈകിട്ട് രാത്രിത്തേക്ക് നമ്മൾ പത്തിരി ഉണ്ടാക്കും, അപ്പം ഉണ്ടാക്കും, പിന്നെ ഇടിയപ്പം, അങ്ങനെ വേണ്ട ഏത് പലഹാരത്തിനും കഴിക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണിത് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ചൂര എടുത്തിട്ടുണ്ട്. കൊച്ചു ചൂരയാണ്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ എടുക്കത്തില്ല. ഇതിനകത്തുനിന്ന് ഒരെണ്ണം മതി. ഇവിടുത്തെ ആവശ്യത്തിന് ആ ഒരെണ്ണം മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചൂരയെ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ചൂരയൊക്കെ ഒന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണ്ടായോ മുത്തുമണികളെ. പിന്നെ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇച്ചിരി പച്ചമുളക്, കൊച്ചുള്ളി, ഒരു സവാള, തക്കാളി, കറിവേപ്പില, ഇച്ചിരി ഇഞ്ചി, ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയും ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചൂര എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ട് നുറുക്കി വേണം കേട്ടോ എടുക്കാൻ. പിന്നെ ഞാൻ മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി എല്ലാം ഉണ്ട്. പിന്നെ ഞാനൊരു കുക്കറിനകത്തോട്ടാണ് ഈ ചൂര വൃത്തിയാക്കിയത് ഇടുന്നത്. നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട്, ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ നിന്ന് 2 വിസിൽ വരുന്ന രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഉള്ളതല്ലല്ലോ, അതുകൊണ്ട് വേവ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2 വിസിൽ കൊണ്ടിരുന്നതിന് വേണ്ടിയാണ് കുക്കറിൽ വെച്ചത്. പിന്നെ ഞാൻ ആ സാധനങ്ങളെല്ലാം തക്കാളിയും പിന്നെ സവാളയും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള നേരിയതായിട്ട് നൈസായിട്ടാണ് അരിഞ്ഞ് വെച്ചത്. പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റോസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കടുക് പൊട്ടാൻ ഇടുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്ന് കറിവേപ്പിലയെല്ലാം പൊട്ടി എടുത്തു. പിന്നെ ആണെങ്കിൽ ഞാൻ അന്നേരം അതിനകത്തോട്ട് സവാള നൈസായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അതങ്ങോട്ട് വഴറ്റാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുത്തുമണികളെ. എല്ലാ മുത്തുമണിയും സ്കിപ്പ് ചെയ്യാതെ കണ്ടു തരണേ. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു നുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വയന് കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു നുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ വയന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത്, തക്കാളിയും ഇതെല്ലാം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മറ്റ് സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. പച്ചമുളകും കൊച്ചുള്ളിയും ചതച്ച് വാരി വെച്ചിരുന്നതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിക്കൊണ്ടുവരാം. അതിന് വേണ്ടി ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഉപ്പ് ഞാൻ ഇടുന്നില്ല. അപ്പോൾ അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ തക്കാളിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുത്തുമണികളെ. നമ്മുടെ നോയമ്പിന് പറ്റിയ കറിയാണ് കേട്ടോ. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും പത്തിരിയുടെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി. ഓക്കെ, അതുപോലുള്ള നല്ലൊരു വെറൈറ്റി റോസ്റ്റാണിത്, ചൂര റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുക്കറിനകത്ത് ചൂര ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതും ഞാൻ വഴറ്റി എടുക്കാം കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നല്ലപോലെ എന്തോന്നായപ്പോൾ ഞാൻ അതിനകത്തോട്ടൊരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അടി പിടിക്കും. അപ്പോൾ നമുക്കൊരു ചെറുതായിട്ട് ശകലം, ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ്ട ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളം, ഈ മീൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് മീനൊന്നും എടുത്തില്ല, ഒരു ചൂര എടുത്തോളൂ കേട്ടോ. ചെറിയ ചൂരയാണ്, അതിനകത്തും കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതുൾപ്പെടെയാണ്. അപ്പം മീൻ വെന്ത മീനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാടിട്ട് വേവിക്കേണ്ടി വരത്തില്ല. അങ്ങനെ വേവിക്കാതെ നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മൾ ചട്ടിയെല്ലാം അടി പിടിക്കും, പറ്റത്തില്ല, വെള്ളമൊന്നും ഒഴിക്കാനൊന്നും നോക്കത്തില്ല. അപ്പോൾ ഈ പരുവത്തിന് വേണം നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ പിന്നെ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
അത് ഞാൻ കാണിച്ചില്ലായിരുന്നു ഉപ്പിടുന്നത്. ഇപ്പോൾ ഇതാണ്ട റോസ്റ്റ് കണ്ട അടിപൊളിയുള്ള റോസ്റ്റാണ്. അപ്പോൾ ഈ റോസ്റ്റ് കൊണ്ട് നമുക്ക് വൈകിട്ടത്തേക്ക് നോയമ്പ് മുറിച്ച് കഴിയുമ്പോൾ രാത്രി നമ്മൾ കാപ്പി കുടിക്കുമല്ലോ, അന്നേരം അതിന് വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇന്ന്. അപ്പോൾ ഇത് ഞാൻ ഇനിയിപ്പോൾ ഇന്ന് ഒറോട്ടിയാണ്. അപ്പോൾ ഒറോട്ടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇതിൻ്റെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം. അഭിപ്രായങ്ങളും എല്ലാം എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടേക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ലൊരു ചൂര റോസ്റ്റാണ്. അടിപൊളിയാണ്, കഴിക്കാനും നല്ലതാണ്. മീനുമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുത്തുമണികളെ, കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ്. ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ നമുക്ക് വെന്തെല്ലാം കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, റെഡി ആയിട്ടുണ്ട് എൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മുത്തുമണികളെ. ചൂര റോസ്റ്റാണ്, ചൂര. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ, കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ മുത്തുമണികളെ. എല്ലാവർക്കും നോമ്പ് കാലമല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഭവമാകുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ അസ്സലാമു അലൈക്കും.